ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പള്ളിക്ക് മുന്നിലാണ് ഇപ്പോൾ നമ്മൾ. ശ്രീരംഗപട്ടണത്തിൽ നിന്ന് കുറച്ച് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ത്രിവേണി സംഗമം വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. പാലസ് കേട്ടോ, മൈസൂർ പാലസ് ആണ് കാണുന്നത്. മച്ചാന്മാരെ, അപ്പോൾ വിശ്വ മ്യൂസിയത്തിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വിശ്വ മ്യൂസിയത്തിൽ നമുക്ക് അവിടെ ഉള്ളിൽ ഫോട്ടോഗ്രാഫി അതുപോലെ തന്നെ വീഡിയോഗ്രാഫി ഒന്നും അനുവദിക്കുന്നില്ല. ഏകദേശം 11 മണിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇളനീരൊക്കെ ഒന്ന് കഴിച്ചിട്ട് ഇനി അമ്പലത്തിലേക്ക് പോകണം കേട്ടോ. ഇവിടെ ഹനുമാൻ ടെമ്പിൾ ഉണ്ട്, നമ്മൾ ഇന്നലെ കണ്ടില്ലേ. അപ്പോൾ അവിടേക്കൊന്ന് പോയി നോക്കാം. നമ്മളങ്ങനെ ആഞ്ജനേയ ടെമ്പിളിനാട്ടോ ഉള്ളത്. ഇവിടെ ചെറിയ ശ്രീ കാര്യസിദ്ധി ഹനുമാൻ എന്ന് പറയുന്ന ചെറിയ ഭജന നടക്കുന്നുണ്ട്. ഭജന പ്രസാദുണ്ട്. ഇനി പ്രസാദം വാങ്ങാം. ഇത് വേണ്ട, ഞങ്ങൾ ഇടാൻ പള്ളി അവിടെ വാ. പുള്ളി കഴിക്കണട്ടാ. ആയിക്കോട്ടെ, 5 ടേസ്റ്റ് കൂടും. കുറച്ച് പ്രസാദം കിട്ടിട്ടോ ആഞ്ജനേയ ടെമ്പിളിൽ നിന്ന്. അവിടെ നമ്മളെ നാട്ടിൽ നല്ല അടിപൊളി മഴ എന്നിട്ട് അറിഞ്ഞത്. പക്ഷെ ഇവിടെ ഒരു മഴയില്ല, നല്ല ചൂടും കാര്യങ്ങളൊക്കെ തന്നെ. ശരിപ്പെടാം. നല്ല രസമുണ്ട് കേട്ടോ ആ ഭജന അങ്ങനെ കേട്ടിരിക്കാൻ. ഞങ്ങൾ കുറച്ചേരം ഇരുന്ന് നോക്കി. അങ്ങനെ കേട്ടിരുന്നാലും നമ്മൾ ഇരുന്ന് പോകും. സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ സുഖവനത്തിൽ കയറാൻ പറ്റുമോ എന്നറിയില്ല. നമുക്ക് നാളെ ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ നോക്കാം. വൈകുന്നേരേ നമുക്ക് പാലസിന്റെ ഉള്ളിൽ കയറണ്ട, നമുക്ക് പുറത്തുനിന്ന് ലൈറ്റിന്റെ സംഗതികൾ കണ്ടാൽ മതി. പാലസിന്റെ ഉള്ളിലേക്ക് നമുക്ക് പകല് കയറാം, നാളെ ആണെങ്കിൽ രാവിലെ കയറാം. അങ്ങനെയുള്ളൂ. നമ്മളവിടുന്ന് നല്ല യാത്രയായി. പാലസ് കേട്ടോ, മൈസൂർ പാലസ് ആണ് കാണുന്നത്. ഈവനിങ്ങിൽ അടിപൊളി. നമുക്ക് ഈവനിങ്ങിൽ വരാം ഫ്രണ്ട്സ്. അപ്പോൾ ഇനി നമുക്ക് പോകാനുള്ളത് ഒരു പള്ളിയിലേക്കാണ്. ഇവിടെ ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട് മൈസൂർ. അത്യാവശ്യം വലിയ നല്ല ഹൈറ്റുള്ള പള്ളിയാണെന്ന് പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്കിനി അറിയാം. അപ്പോൾ മച്ചാൻ നമ്മൾ മൈസൂർ ചർച്ചിനകത്തേക്കാണ് ഇനി പോകാനായിട്ട് പോകുന്നത്. വാവ്, അടിപൊളി. എന്താ വ്യൂ നോക്കിക്കല്ലേ. എടാ എന്ത് ഹൈറ്റടാ. നമ്മൾ ഈ താഴത്ത് നിൽക്കണ ശില്പത്തിൻ്റെ അത്ര പോലും ഇല്ല. സംഭവം കിട്ടിക്കില്ലേ. മൈസൂരുള്ള ഈ ഒരു കത്തോലിക്കൻ ദേവാലയത്തിന്റെ ശരിയായിട്ടുള്ള പേര് സെന്റ് ഫിലോമിനസ് കത്തീഡ്രൽ എന്നാണ്. സെന്റ് ഫിലോമിനസ് കത്തീഡ്രൽ. മുഴുവനായിട്ടുള്ള പേര് എന്നത് കത്തീഡ്രൽ ഓഫ് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് ഫിലോമിന എന്നതാണ്. 1936 ഈ ഒരു വലിയ പള്ളി പണി കഴിപ്പിച്ചിട്ടുള്ളത് കേട്ടോ.
ജർമ്മനിയിലെ ഒരു വാസ്തുവിദ്യ ആയിട്ടുള്ള നിയോ ഗോതിക് ശൈലി എന്ന് പറയും. ആ ഒരു ശൈലി പ്രകാരമാണ്, വാസ്തുവിദ്യ പ്രകാരമാണ് ഈ പള്ളി പണിയെടുപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ, മനസ്സിലാക്കേണ്ടത് നമ്മൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പള്ളി, ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ ഒരു പള്ളിക്ക് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത ഒരു സ്പോട്ട് പിടിക്കേണ്ട സമയമായിട്ടുണ്ട്. നമ്മളങ്ങനെ പള്ളിക്കകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാമറ ഒന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി. ഇനി നമുക്ക് പോകാം. ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാവർക്കും പോകും. ഇവിടെയാണ് ഈ ടിപ്പു സുൽത്താന്റെ ശവകുടീരം കേട്ടോ. ടിപ്പു സുൽത്താന്റെയും കുടുംബത്തെയും ഒക്കെ മറവ് ചെയ്ത ശവകുടീരമുള്ളത്. ഇവിടേക്ക് നമുക്ക് ഇപ്പൊ പോണോ അതോ നമുക്ക് വേറെ സ്ഥലത്തും കൂടെ പോകാനുണ്ട്. ത്രിവേണി സംഗമം എന്ന് പറയും. ഓക്കെ, എന്തായാലും ഇനി നമുക്ക് ത്രിവേണി സംഗമത്തിലേക്ക് പോയിട്ട് വരാം. ഇവിടെ ഈ വഴിയോരങ്ങളിൽ ഒരുപാട് കച്ചവടക്കാരെ കാണാം കേട്ടോ. ഇത് ഈ ലോക്കലായിട്ട് ചെയ്യുന്ന ആളുകളാണ്. വലിയ റേറ്റും കാര്യങ്ങളും ഒന്നുമില്ല, ഒക്കെ കുറവാണ്. പിന്നെ കണ്ടോ കുതിര സവാരി ഉണ്ട് കേട്ടോ. കുതിര സവാരി നമ്മള് കവാദ്വീപ് പോയ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം അന്ന് 100 രൂപയാണ്. 100 രൂപ, 4 റൗണ്ടിന് 100 രൂപ ആയിട്ടുള്ളത് അന്ന്. ഇന്നിവിടെ എത്ര അറിയില്ല, നമുക്ക് നോക്കാം, ചോദിച്ചു നോക്കാം. വരുമ്പോ എന്തായാലും തിരിച്ചവിടെ നമുക്ക് കയറണം. ശ്രീരംഗപട്ടണത്തിൽ നിന്ന് കുറച്ച് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ത്രിവേണി സംഗമം വ്യൂ പോയിന്റ് കേട്ടോ. 3 നദികൾ ഒരുമിച്ച് ചേരുന്ന ഒരു വ്യൂ ആണ്. കുടംപുളി ഒരുപാട് കച്ചവടക്കാരുണ്ടല്ലോ അല്ലേ. അടിപൊളി മാങ്ങട്ടോ. വിശ്രമകേന്ദ്രമുണ്ട്. ഏതാണ് സംഗമം? ഇതാണ് സംഗമം. ഒരേ ഓരോ 3 എണ്ണം അതാണല്ലോ. ഇതാട്ടോ ത്രിവേണി സംഗമം. ഒരു നദി ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. മറ്റൊരു നദീൻ്റെ ഭാഗം ഈ സൈഡിൽ നിന്നാണ്. പിന്നെ മറ്റൊന്ന് ആ ഭാഗം. മറിച്ചിടില്ല. അടിപൊളി കുതിര ഉണ്ടോ. ഇവിടെ കന്നഡയിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്കൊരു ഐഡിയ ഇല്ല. ഇതിപ്പോൾ എന്താ വായിക്കുക? ആക്ച്വലി നമുക്ക് താഴത്തേക്ക് പോയി നോക്കാം. ഇതാണ് മച്ചന്മാരെ ത്രിവേണി സംഗമം. ഒരു നദി ഈ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്, മറ്റൊരു നദി ഈ ഭാഗത്തു നിന്നും, വേറൊരു നദി ഈ ഭാഗത്തു നിന്നും. 1 2 3 ത്രിവേണി സംഗമം. ഇവിടെ ചെറിയ റൗണ്ട് ബോട്ട് ഉണ്ട് കേട്ടോ. ഇതിനെന്താ പറയുക? ചങ്ങാടം ബോട്ട്. മൂന്ന് നദികൾ ഒത്തുചേരുന്നൊരു ഭാഗം കേട്ടോ. കാവേരി നദി. 3 നദികളുണ്ട്. കാവേരി, ഇതിൽ ഏത് നദിയാണ് കാവേരി എന്നൊന്നും അറിയില്ല. പിന്നെ ലോക പനവി നദി ഇവിടെ ബലിയിടുന്നുണ്ട് കേട്ടോ. മറ്റൊരു നദി കൂടെ പേരുണ്ടല്ലോ, ഹേമാവതി. ഈ 3 നദികൾ ഒരുമിച്ച് ചേരുന്ന സംഗമ ഭൂമിയാണ് മൈസൂരിലെ ശ്രീരംഗപട്ടണം. ഇവിടെ ഒരുപാട് ആളുകൾ ബലിയിടാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഒരു ചെറിയ പ്രതിഷ്ഠയും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. വൃത്തി പൊതുവെ മറ്റുള്ള നദികളൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ ഇവിടെ കാണാനായിട്ട് പറ്റും. അങ്ങനെ ത്രിവേണി സംഗമം കണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് സ്പോട്ട് കേട്ടോ.